ഇനിയിപ്പോൾ പിന്നെ നായകനാക്കി മാർക്കോയ്ക്ക് ശേഷം ഷെരീഫ് മുഹമ്മദ് ഒരുക്കിയ ചിത്രമാണ് കാട്ടാളൻ. കാട്ടാളനെ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ FDFs കണ്ടു. എറണാകുളം പത്മയിലാണ് കണ്ടത്. ഞാൻ ഈ വർഷം അത്യാവശ്യം നല്ല വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണിത്. പ്രത്യേകിച്ച് എൻ്റെ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ. നല്ല തിയേറ്റർ മെറ്റീരിയലാണ്, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആവറേജ് സ്ക്രിപ്റ്റാണ്, നല്ല പെർഫോമൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മാർക്കോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ മാർക്കോയിൽ മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു ഉണ്ണി മുകുന്ദൻ മാർക്കോയിലുണ്ടായിരുന്നു. പക്ഷെ കാട്ടാളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു ആന്റണി പെപ്പ അല്ല. പെപ്പ എങ്ങനെയാണോ അങ്ങനെ തന്നെ, ഫൈറ്റ് ആണെങ്കിലും ഡെലിവറി ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫക്റ്റ് നമുക്ക് കിട്ടിയില്ല. ഞാൻ ഉൾപ്പെടെ പലരും മാർക്കോടെ പ്രൊഡ്യൂസർ ചെയ്യുന്ന അടുത്ത പടം എന്നുള്ളൊരു ഹൈപ്പിന്റെ പുറത്ത് തന്നെയാണ് FDFs കണ്ടത്. മോശം പടമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, വൺ ടൈം വാച്ചബിളാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസോ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളോ പടത്തിലില്ല. മാർക്കോ സിനിമയെ കുറിച്ചും എടുത്ത് പറയുമ്പോൾ മാർക്കോയിൽ കാണിച്ച ചില സാധനങ്ങളൊക്കെ മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ കാണാത്ത ചില സാധനങ്ങളുണ്ട്. ഇതിലെങ്ങനെയല്ല നമ്മൾ കണ്ടു പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ, ചേസ്, ഗൺഫയർ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മണി ലൂസറല്ല, ഒരു പ്രാവശ്യം കാണാവുന്ന ഒരു പടമാണ് കാട്ടാളൻ. പിന്നെ ടൈലൻഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ മിക്ക സിനിമകളിലും എന്നെ പോലത്തെ ചില സാധനങ്ങളാണ്. പിന്നെ ഷെരീഫ് മുഹമ്മദിന്റെ അടുത്ത പ്രോജക്റ്റിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, പേരെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അത് കൊള്ളായിരുന്നു. ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഒരു സിനിമയാണ് കാട്ടാളൻ.